പ്രിയപ്പെട്ടവരെ, വിവാദങ്ങൾക്കിടെ പാലക്കാട് സ്ട്രോങ് റൂം ഇന്ന് തുറക്കില്ല എന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. മെറ്റീരിയൽ സ്ട്രോങ് റൂമാണ് തുറക്കാൻ തീരുമാനിച്ചതെന്നും അസ്വാഭാവികതയില്ലെന്നും ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി പറഞ്ഞു. ഫോം 17A എടുക്കാനാണ് മെറ്റീരിയൽ സ്ട്രോങ് റൂം തുറക്കാൻ തീരുമാനിച്ചത്. എൻക്വയർ വെബ്സൈറ്റിൽ കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു തീരുമാനമെന്നും കളക്ടർ പറഞ്ഞു. EVM വെച്ചിരിക്കുന്ന സ്ട്രോങ് റൂംസ് അല്ല നമ്മൾ തുറക്കാൻ പോയത്. അതുകൂടാതെ നമുക്ക് മെറ്റീരിയൽസ് യൂസ് ചെയ്യാനുള്ള യൂസ്ഡ് മെറ്റീരിയൽസിൻ്റെ ഒരു റൂം ഉണ്ടാവും. ആ റൂം സ്ട്രോങ് റൂംസിനോട് ചേർന്ന് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അവിടെയാണ് നമ്മൾ സ്ക്രൂട്ടിനി പേപ്പേഴ്സ് എല്ലാം നമ്മൾ സൂക്ഷിക്കുന്നത്. അപ്പം ആ റൂമാണ് RO തുറക്കാൻ പോയത്. അതിനുള്ള നോട്ടീസായിരുന്നു കൊടുത്തത്. പേരാമ്പ്രയിലെ സ്ട്രോങ് റൂം വിവാദത്തിൽ സമഗ്രാന്വേഷണം വേണമെന്ന് UDF ആവശ്യപ്പെട്ടു. അതേസമയം റൂം തുറന്നതിൽ അസ്വാഭാവികതയില്ലെന്നാണ് LDFന്റെ നിലപാട്. ഇക്ബാൽ റക്കലും ശരത്തും ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ, ഇപ്പോൾ കളക്ടർ തീരുമാനിച്ചിരിക്കുന്നു പാലക്കാട് വിക്ടോറിയ കോളേജിലുള്ള നെന്മാറ മണ്ഡലത്തിലെ മെറ്റീരിയൽ സ്ട്രോങ് റൂം പോലും തുറക്കേണ്ടതില്ല എന്ന്. രത്തൻ ഖേൽക്കരുടെ നിർദ്ദേശപ്രകാരമായിരിക്കുമല്ലോ തീരുമാനമല്ലേ? അരുൺകുമാർ, ഏതായാലും വിവാദമായതോടുകൂടിയാണ് ഇപ്പോൾ നെന്മാറ മണ്ഡലത്തിൻ്റെ ഈ സ്ട്രോങ് റൂം തുറക്കേണ്ടതില്ല എന്നൊരു തീരുമാനം ഇപ്പോൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് EVM സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂം അല്ല തുറക്കാൻ തീരുമാനിച്ചിരുന്നത്. ഫോം 17A സൂക്ഷിച്ചിരുന്ന റൂമാണ് തുറക്കാൻ തീരുമാനിച്ചത്. ഇത് ഇലക്ഷൻ കമ്മീഷന്റെ എൻക്വയർ വെബ്സൈറ്റിലേക്ക് കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ റൂം തുറന്ന് ഈ ഫോം 17A ശേഖരിക്കാനുള്ള തീരുമാനം സ്വീകരിച്ചത്. അത് റിട്ടേണിംഗ് ഓഫീസറുടെ തീരുമാനമായിരുന്നു. ഏതായാലും വിവാദമായതിന്റെ അടിസ്ഥാനത്തിൽ ഈ റൂം നിലവിൽ തുറക്കേണ്ടതില്ല എന്നൊരു നിർദ്ദേശം റിട്ടേണിംഗ് ഓഫീസർക്ക് നൽകിയെന്നും ഇപ്പോൾ പാലക്കാട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം നെന്മാറയിലെ UDF സ്ഥാനാർത്ഥി A തങ്കപ്പൻ ചേരുന്നുണ്ട്. ഈ വിഷയത്തിലൊരു അസ്വാഭാവികത തോന്നിയിരുന്നല്ലോ, അതാണ് ഈ പരാതി ഉന്നയിച്ചത്. 100% കാരണം ഇന്നലെ തന്നെ ഞങ്ങളുടെ ബൂത്തുകളിലെ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ വന്നുള്ള വോട്ടിൻ്റെ ഡിഫറൻസ് 199 ബൂത്തിലും 187 ബൂത്തിലും 100% വോട്ടിംഗ് ആയി എന്നാണ് അവിടെ. അത് ബന്ധപ്പെട്ട അധികാരി പറഞ്ഞപ്പോൾ അത് തെറ്റാണ്. ഞങ്ങൾ കണക്കുകളിൽ 100% ഇല്ല. അപ്പോൾ അവരുടെ സൈറ്റ് വന്ന് 100% തെറ്റാണ്. അപ്പോൾ അവർ അവിടെ പോയി പറഞ്ഞപ്പോഴാണ് അത് തിരുത്തിയത്. അപ്പോൾ മൊത്തമായിട്ട് അവിടെ ഒരു കറപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് ഞങ്ങളൊന്നും അനുവാദമില്ലാതെ തുറക്കാൻ പോകുന്നു പറഞ്ഞാൽ ശരിയല്ലല്ലോ. സ്ട്രോങ് റൂം പറഞ്ഞാൽ ഞങ്ങളുടെയും ഏത് സ്ഥാനാർത്ഥിയാണ് അവർ കൂടെ അറിവോട് കൂടെ ചെയ്യാൻ പറ്റൂ. നോട്ടീസ് നൽകിയിരുന്നില്ല? ഇല്ല, ചെയ്തിട്ടില്ല. ഒരു വിളിച്ചു, എന്തെങ്കിലും ഇല്ലെങ്കിൽ ചെയ്യും എന്നാണ് പറഞ്ഞത്. റിട്ടേണിംഗ് ഓഫീസർ വന്നാലും ഇല്ലെങ്കിലും ആബ്സെന്റ് രേഖപ്പെടുത്തി ഞങ്ങൾ തുറക്കും എന്നാണ് പറഞ്ഞത്. ഇത് ഇവരുടെ സ്വകാര്യ സാധനങ്ങളാണ് സൂക്ഷിച്ചെങ്കിൽ അത് അവരവിടെ വെച്ചാൽ മതിയായിരുന്നു, ഇവിടെ വേണ്ടായിരുന്നു. അതാണ് സ്ട്രോങ് റൂം പറയുമ്പോൾ അത് എല്ലാ 3 സ്ഥാനാർത്ഥി 6 സ്ഥാനാർത്ഥികളും അവരുടെ അറിവോടുകൂടി പൂട്ടലും തുറക്കലും ചെയ്യേണ്ടതാണ്. അത് അല്ലാതെ ഇഷ്ടം പോലെ തുറക്കേണ്ട കാര്യമല്ലല്ലോ സ്ട്രോങ് റൂം. അതുകൊണ്ട് തന്നെ ഈ വോട്ടിൻ്റെ വാരിയേഷൻ അതുപോലെ തന്നെ ഇപ്പോഴത്തെ കോഴിക്കോട് നടന്ന സംഭവമൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഇതും അതുപോലെ സംഭവിക്കുന്നു എന്ന് തോന്നൽ കൊണ്ടാണ് ഞങ്ങൾ അതിനെ എതിർത്തത്. ഇപ്പോൾ കളക്ടർ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു, തുറക്കേണ്ടതില്ല എന്നുള്ള ആ വിവരം നിങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ട്? കളക്ടർ അറിയിച്ചു, 100% അറിയിച്ചു. കളക്ടർ അടുത്ത് ഞാനാണ് ആദ്യം വിവരം പറഞ്ഞത്. കളക്ടർ ഇടപെട്ടു. ഇപ്പോൾ തൽക്കാലമായിട്ട് തുറക്കേണ്ട തീരുമാനിച്ചിട്ടുണ്ട്. റിട്ടേണിംഗ് ഓഫീസറുടെ മാത്രമേ തീരുമാനമായിരുന്നു ഈ തുറക്കാമായിരുന്നു. അങ്ങനെയാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഏതായാലും UDF സ്ഥാനാർത്ഥി A തങ്കപ്പനാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹം ഉൾപ്പെടെ ഈ വിഷയത്തിലൊരു പരാതി ജില്ലാ കളക്ടറെ വിളിച്ച് അറിയിക്കുകയായിരുന്നു. ഏതായാലും ആ പരാതി ഉൾപ്പെടെ പരിശോധനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ ഈ സ്ട്രോങ് റൂം തുറക്കേണ്ടതില്ല, അതായത് ഫോം 17A സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂം പോലും തുറക്കേണ്ടതില്ല എന്നൊരു തീരുമാനം ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. കളക്ടർ അറിയിച്ചിരുന്നത് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം പ്രകാരം മാത്രമേ ഇനി ഇതിലൊരു നടപടി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ അത്തരത്തിലൊരു തീരുമാനം ഉടൻ ഉണ്ടാകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. താങ്ക് യു. ഇക്ബാലാണ് പാലക്കാട് നിന്ന് ചേർന്ന്